നയനയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും 100 പവൻ കൊണ്ടുകൊടുത്തത് ദേവയാനിയുടെ അടുത്ത് ജാനകിയും അനാമികയും പോയി പറയുവാണ്. ദേവയാനി ആണെങ്കിൽ അനാമികയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഇപ്പോ അനിയുടെ സ്വഭാവം എങ്ങനെയാ? മോളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ടോ? അനി ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് വല്യമ്മേ, അനിക്ക് ഒരു മാറ്റവും ഇല്ല. എന്നാ ജാനകി പറയുന്നുണ്ട്, ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം, വേറൊരു പ്രശ്നം അച്ഛനും അമ്മയും കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ജാനകി, അച്ഛനും അമ്മയും എന്താ ചെയ്തത്? ഏട്ടത്തി ഒന്നും പറയണ്ട, അമ്മയുടെ എല്ലാ സ്വർണങ്ങളും നയനയ്ക്ക് കൊണ്ടു കൊടുത്തിരിക്കുക. എത്രയോ വിലമതിക്കാനാവാത്ത സ്വർണങ്ങളാ നയനയ്ക്ക് കൊണ്ടുകൊടുത്തിരിക്കുന്നത്. ഇത് കേട്ട് ദേവിയാനി ആകെ ഞെട്ടുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇതെന്താ പറ്റിയേ? അവളിനി എന്നേക്കുമായിട്ട് അവിടെ തന്നെ നിൽക്കോ എന്ന് പേടിച്ചിട്ടായിരിക്കും കയ്യിലെടുക്കാനായിട്ട് കുറച്ച് സ്വർണം കൊണ്ടു കൊടുക്കാനായിട്ട് പോയത്. അമ്മ കൊടുത്തതാണല്ലോ അവൾക്ക് സ്വർണം, എന്നിട്ടും വീണ്ടും എന്തിനാ അവൾക്ക് തന്നെ സ്വർണം കൊണ്ടു കൊടുത്തേ? വല്യമ്മേ, മുഴുവനായിട്ടും അവൾക്ക് കൊടുത്തപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. കാരണം ഞാൻ ആ വീട്ടിലെ ഇളയ മരുമകളല്ലേ, എനിക്കും എന്തെങ്കിലുമൊക്കെ തരായിരുന്നു. എനിക്ക് സ്വർണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇപ്പം പറയാണ് അതേ തൂക്കത്തിൽ എനിക്ക് സ്വർണം വേണമെന്നും പറഞ്ഞാൽ ഇപ്പം തന്നെ കൊണ്ടുതരും. എന്നാലും അങ്ങനെയല്ലല്ലോ വല്യമ്മേ, ഇന്ന് വരെ മുത്തശ്ശി എനിക്ക് ഒരു തരി സ്വർണം തന്നിട്ടില്ല. ഞാൻ വന്നു കയറിയ സമയത്ത് വല്യമ്മ എനിക്ക് സ്നേഹത്തോടെ സ്വർണം തന്നപ്പോഴും മുത്തശ്ശി നയനയ്ക്കാ സ്വർണം കൊടുത്തത്. മോള് വിഷമിക്കാതിരിക്കുക, അവരുടെ എല്ലാവരെയും മുൻപിൽ വെച്ചിട്ട് മോൾക്ക് ഇനിയും ഞാൻ സ്വർണം തരും. അതൊന്നും വേണ്ട വല്യമ്മേ. എന്നാലും ജാനകി, ആ സ്വർണം എൻ്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. അത് തന്നെയാ മോളും പറഞ്ഞേ. അനാമിക മോള് പറയുമായിരുന്നു ആ സ്വർണം ആ പെൺകുട്ടിക്ക് കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അതെ വല്യമ്മേ, ഞാനും അങ്ങനെ തന്നെയാ പറഞ്ഞത്. എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന്. കണ്ടോ, മോളുടെ നന്മ കണ്ടോ? മോളെ അങ്ങനെയാ ചിന്തിക്കുന്നേ. അതുപോലെയല്ല ആ നയന, കിട്ടിയതൊക്കെ വാങ്ങി വെക്കുക, അതേ അറിയൂ. അവളത് വിറ്റ് കാശാക്കി കാണും. അങ്ങനെ ഗോവിന്ദന്റെ കടം വിട്ടട്ടെ, അല്ലാതെ എന്താ ചെയ്യാ? എനിക്കും ആ സ്വർണം ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അമ്മയുടെ കയ്യിൽ വിലമതിക്കാനാവാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇനി ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും മുഴുവനായിട്ട് അവൾക്ക് കൊടുത്തല്ലോ. അനാമിക മോളെ മാത്രാ ഞാൻ മരുമകളായി കണ്ടിരിക്കുന്നത്. മോൾ എന്തായാലും സങ്കടപ്പെടണ്ട. അച്ഛനോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല എന്തിനാണ് അമ്മയുടെ സ്വർണം കൊടുത്തതെന്ന്. അതുകൊണ്ട് അവിടെ എത്തട്ടെ. അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ തിരുത്തി എഴുതാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊന്ന് തിരികെ അനന്തപുരിയിൽ എത്തട്ടെ. എന്നിട്ടേ ഞാൻ എല്ലാം തീരുമാനിക്കൂ. മോൾ എന്തായാലും മുത്തശ്ശിനെയും മുത്തശ്ശിയെയും നല്ല പോലെ സ്നേഹിക്കുക. പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നയനെ പോലൊരു പെൺകുട്ടി കൂടെ വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് മോള് കയറി ചെല്ലണം. മോള് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ പതിയെ അവളെ അങ്ങ് മറന്നോളും. ഇങ്ങനെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികയ്ക്ക്. പിന്നീട് അഭിയെയാണ് കാണിക്കുന്നത്. അഭിയുടെ അടുത്തോട്ട് നവ്യ വരുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോ, നിന്നെ ഒന്നിനും കൊള്ളില്ല. അഭി, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നിന്റെ അനിയത്തി ഉണ്ടല്ലോ നയന, അവൾക്കേ ഒരു പെട്ടി നിറയെ ആഭരണങ്ങളാ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടു കൊടുത്തിരിക്കുന്നേ. നീ ഇങ്ങനെ നടന്നോ? അതിനെന്താ അഭി, അത് നല്ല കാര്യമല്ലേ. എന്ത് നല്ല കാര്യം? നിനക്കിപ്പോ സ്വർണത്തിനോടൊന്നും ഭ്രാന്തില്ലേ? മറ്റേത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതൊന്നും എനിക്കിപ്പോ ഇല്ല. സ്വർണത്തിനേക്കാ എത്രയോ വലുതാ ഭർത്താവിന്റെ സ്വഭാവം. നിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യവുമില്ല. നിന്റെ അനിയത്തി നിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും കിട്ടാനായിരിക്കും. ഇനി തിരികെ വരില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ട് കൊടുത്തത്. അവളുടെ പകരം നീയാണ് നിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നേച്ചാ ആരെങ്കിലും നിന്റെ അടുത്തോട്ട് വരുമോ സ്വർണമായിട്ട്? അല്ല, നീ വരുമോ? നീയും വരില്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും ഈ വീടിന്റെ പടി ഇറങ്ങി പോയാൽ മതിയെന്ന് കാത്തല്ലേ നീയും നിന്റെ അമ്മയും ഇരിക്കുന്നേ. നീ ആ സംസാരമൊന്നും എന്നോട് പറയണ്ട. ഈ വീട്ടിലെ ഒരു കള്ളനുണ്ടെങ്കിൽ അത് നീയാണെന്നാ മുത്തശ്ശൻ പറയുന്നേ. അതുകൊണ്ടല്ലേ നിന്റെ ഏട്ടൻ നിനക്ക് ഓഫീസിൽ വേറൊരു ജോലിക്കാരന്റെ സ്ഥാനം മാത്രം തന്നിരിക്കുന്നേ. നീയേ കൂടുതലൊന്നും സംസാരിക്കണ്ട. അമ്മായി ആ അനാമികയ്ക്ക് സ്വർണം കൊടുത്തു. ഇപ്പൊ ഏതാ മുത്തശ്ശി നയനയ്ക്ക് സ്വർണം കൊടുത്തു. നീ ഇങ്ങനെ നോക്കി നിന്നോ എന്നും പറഞ്ഞ് അഭി അവിടുന്ന് പോവാണ്. ഇത് കേട്ട് ആകെ വിഷമത്തിലായിരിക്കും നവ്യ നിൽക്കുന്നത്. എന്നാ നവ്യ മനസ്സിൽ പറയുന്നുണ്ട്, ഇതിപ്പോ മുത്തശ്ശിയും മുത്തശ്ശിയും എന്തിനാ അവൾക്ക് സ്വർണം കൊണ്ടുകൊടുത്തേ? അവൾ ഒരുപാട് ദിവസമായല്ലോ അങ്ങോട്ട് പോയിട്ട്. ഇതുവരെ തിരികെ വരുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നുമില്ല. അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് നവ്യ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നവ്യ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. നവ്യയെ കാണുമ്പോൾ ഗോവിന്ദൻ വരുന്നുണ്ട്. മോള് വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പെട്ടെന്ന്?
ഒന്നുമല്ല, ഞാനിനി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാമെന്ന് കരുതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വർണവുമായിട്ട് ആള് വരുമല്ലോ. നയനയ്ക്ക് 100 പവനല്ലേ കൊണ്ടു തന്നിരിക്കുന്നേ മുത്തശ്ശനും മുത്തശ്ശിയും. അവൾക്ക് ഇത്രയും സ്വർണം എന്തിനാ ഇവിടെ കൊണ്ടു തന്നത്? അവൾ എന്താ ഇതുവരെ അങ്ങോട്ട് വരാത്തെ? നീ ഉള്ളിലോട്ട് പോ. ഉള്ളിൽ പോയിട്ട് അവളോട് തന്നെ നേരിട്ട് ചോദിക്ക്. അച്ഛൻ പറ, അവൾക്കെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോള് പോയി ചോദിക്ക്. അങ്ങനെ ഗോവിന്ദൻ നവ്യയെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. നവ്യ എങ്ങനെ നേരെ റൂമിൽ ചെല്ലുമ്പോൾ നയന കിടക്കുമായിരിക്കും. എന്തു പറ്റി മോളെ? നിനക്ക് എന്താ പറ്റിയേ? നീ എന്തെങ്ങനെ കിടക്കുന്നേ? നിനക്ക് എന്താ പറ്റിയേ എന്ന് നവ്യ ചോദിക്കുകയാണ്. ഞാൻ കിടക്കുന്നതാണോ പ്രശ്നം? എന്താ ഞാൻ എണീറ്റിരിക്കാം. അങ്ങനെ പതിയെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് വേദന കൊണ്ട് നയന കരയുന്നുണ്ട്. നിനക്കെന്താ? നീ എന്തിനാ കരയുന്നേ? വയറിന് നല്ല വേദന. നിന്റെ വയറിനെന്താ? അത് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. എന്താ നയനെ നീ പറയുന്നേ? ഓപ്പറേഷനോ? അമ്മയ്ക്ക് ലിവർ കൊടുത്തത് ഞാനാ. ഇത് കേട്ട് നയന ഞെട്ടുന്നുണ്ട്. അപ്പോൾ നീയാണോ ലിവർ കൊടുത്തത്? എന്താ മോളെ, ഇതൊന്നും എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നിന്റെ അമ്മായിമ്മയ്ക്ക് ഇക്കാര്യം അറിയോ? അമ്മയ്ക്ക് എന്നല്ല, പലർക്കും ഇക്കാര്യം അറിയില്ല എന്ന് നയന പറയാണ്. നീ ഇരിക്കണ്ട, കിടക്കെന്നും പറഞ്ഞ് വീണ്ടും നവ്യ പിടിച്ച് നയനയെ കിടത്തുകയാണ്. നീ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോഴും അവിടെ എല്ലാവരും പറയുന്നത് നീ ഇവിടെ സുഖിക്കാനായിട്ട് വന്നിരിക്കുകയെന്നാ. അവിടെ ജോലി എടുക്കേണ്ട മടിക്കാ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നാ എല്ലാവരും പറയുന്നേ. സാരല്ലേ ചേച്ചി, അവരെന്ത് വേണേ പറഞ്ഞോട്ടെ. അബീപ്പ എങ്ങനെയാ ചേച്ചിയോട്? അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടെ മാറ്റം? അവന് ഒരു മാറ്റവുമില്ല, പഴയ പോലെ തന്നെയാ. ഞാൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഒരു ദിവസം അവൻ എന്നോട് സ്നേഹം കാണിച്ചു. അന്ന് ഇവിടെ വന്ന് എല്ലാവരോടും എന്തൊക്കെയായിരുന്നു അവൻ്റെ അഭിനയം. പിന്നീടല്ലേ മനസ്സിലായത് എല്ലാം വെറും അഭിനയമായിരുന്നു എന്ന്. എൻ്റെ കുഞ്ഞെങ്ങനെയെങ്കിലും ഇല്ലാതാവണം, എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായിട്ട് ഇറങ്ങണം. ഇതൊക്കെ കേട്ട് കനക നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനിവിടെ വന്നപ്പോൾ അഭിനയിക്കുമായിരുന്നു. അവനിൽ ഒരു മാറ്റവുമില്ല. മോളെ ഇപ്പോഴും അവൻ കഷ്ടപ്പെടുത്തുകയാണ് അല്ലേ? ഇതൊക്കെ മോളുടെ അച്ഛൻ അറിയോ? അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം അല്ലേ? ഇത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്. അന്ന് അനന്തപുരിയിലോട്ട് പലഹാരം കൊണ്ടുകൊടുക്കാനായി പോയപ്പോൾ ഞാൻ എല്ലാം അറിഞ്ഞതാ. പിന്നെ നിന്നോട് പറഞ്ഞ് നിന്നെ കൂടെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. പിന്നെ എന്തിനാ മോൾ അവിടെ നിൽക്കുന്നേ? മോളിങ്ങ് പോരെ. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും വേണ്ടാത്ത അവൻ്റെ കൂടെ നീ നിൽക്കണ്ട. ഇല്ലമ്മേ, എന്തായാലും ഞാൻ അവിടെ തന്നെ നിൽക്കും. നയന ഇത്രയും വലിയ ത്യാഗ ചെയ്തേ, അതുകൊണ്ട് ഞാനും നയനയും അവിടുന്ന് എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട്. ഇത് കേട്ട് നയന പറയുന്നുണ്ട്. ചേച്ചി, ഞാൻ അവകാശത്തിനൊന്നുമല്ല ഇതൊക്കെ ചെയ്തത്. അല്ല മോളെ, കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറിയ വീട്ടിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള കുറച്ച് അധികാരങ്ങളുണ്ട്. ഒരിക്കലും നമ്മൾ ആ വീട് വിട്ട് ഇറങ്ങരുത് എന്ന് നവ്യ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെ ആയിരിക്കും. ദേവയാനിയുടെ അടുത്തോട്ട് ആദർശ് വരുന്നുണ്ട്. ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. അമ്മേ, അമ്മയ്ക്ക് ഞാൻ ജ്യൂസ് എടുക്കട്ടെ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അല്ല, മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്കെന്തിനാ സ്വർണം കൊണ്ടു കൊടുത്തേ? അത് നന്ദുവിനായിരിക്കും അല്ലേ? എന്തിനാ അമ്മേ നന്ദുവിന് കൊടുക്കുന്നേ? അല്ല, അനിയുടെ ഭാര്യയായിട്ട് അവൾക്ക് അനന്തപുരിയിലോട്ട് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് കൊടുത്തതായിരിക്കും നല്ലൊരു ബന്ധം കിട്ടാനായിട്ട്. അമ്മ എന്തിനാ വെറുതെ ഓരോന്ന് പറയുന്നേ? അതൊക്കെ മുത്തശ്ശൻ്റെ ഇഷ്ടമല്ലേ? മുത്തശ്ശൻ നയനയ്ക്ക് കൊടുത്തതാ. നയനയ്ക്ക് എന്തിനാ അത്രയും സ്വർണം കൊടുക്കുന്നേ? ആ സ്വർണം എൻ്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പുണ്യെങ്കിലും കിട്ടും. അമ്മയുടെ സ്വർണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, അതാ അമ്മ അവൾക്ക് വേണ്ടി കൊടുത്തത്. അവളിനെ എന്നേക്കുമായിട്ട് അവളുടെ വീട്ടിൽ നിന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അച്ഛനും അമ്മയും കൂടെ കൊണ്ടു കൊടുത്തത് അല്ലേടാ? അതിന് അവൾ അവിടെ തന്നെ നിൽക്കില്ല, അവൾ അനന്തപുരിയിലോട്ട് വരും. സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ നിൽക്കാനൊന്നുമല്ല അവൾ പോയിരിക്കുന്നേ. ആ സ്വർണ്ണമൊക്കെ വിറ്റ് ഗോവിന്ദന്റെ കടം വീട്ടിൽ കാണും. അങ്ങനെയെങ്കിലും നടക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അമ്മയോട് പറഞ്ഞില്ലേ? വീണ്ടും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ അവൾക്ക് സ്വർണം കൊടുത്തത്? അമ്മയൊരു കാര്യം മനസ്സിലാക്കണം. ഇനി നയനയ്ക്കും നയനയുടെ വീട്ടുകാർക്കും എന്തൊക്കെ കൊടുത്താലും അത് നയന ചെയ്ത കാര്യത്തിന് പകരാവില്ല. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ എന്ന് ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ്. അത് പിന്നെ എന്താടാ നീ ഒന്നും പറയത്തെ? നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ അവളാണ് എനിക്ക് ലിവർ തന്നേന്ന്. നീ അവൾക്ക് അത്രയും ഉപകാരങ്ങളാണല്ലോ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നേ. പുതുതായിട്ട് ഒരു വീട് വാങ്ങിക്കൊടുത്തു. എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്യുന്നേ? അവളെ നമുക്ക് വേണ്ടി ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യില്ല, അതാ ഞാൻ പറഞ്ഞേ, അല്ലാതെ വേറൊന്നുമല്ല.
നീ ഇനി അവളെ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അവളെ ഞാൻ അംഗീകരിക്കില്ല. എനിക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ അത് അനാമിക മാത്ര.